നമസ്കാരം. രാജസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധികളും കരുനീക്കങ്ങളുമൊക്കെയാണ് ഈ ആഴ്ചയിലും ദേശീയ തലത്തിൽ ഏറെ ചർച്ചയായ വിഷയം. ഒപ്പം കോവിഡ് കേസുകളുടെ വർധനയും ആശങ്കയാണ്. ഈ വാർത്തകൾക്കിടയിലും ചില രസകരമായ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഗതം ന്യൂസ് 18 ഇന്ത്യയിലേക്ക്. രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരിന്റെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. പന്ത് അക്ഷരാർത്ഥത്തിൽ സച്ചിൻ പൈലറ്റിന്റെ കോർട്ടിലാണ്. സുപ്രീം കോർട്ടിന്റെയും ജയ്പൂർ ഹൈക്കോർട്ടിന്റെയും കളി വേറെയും. രാജസ്ഥാനിൽ അടുത്തത് എന്തെന്ന ചോദ്യമാണ് ഇപ്പോഴും ഉള്ളത്. അപ്രതീക്ഷിതമായിരുന്നു രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയുള്ള സച്ചിൻ പൈലറ്റിന്റെ നീക്കം. പാർട്ടി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാതെയും MLA-മാരെ ഗുരുഗ്രാമിലെ റിസോർട്ടിലേക്ക് മാറ്റിയും കഴിഞ്ഞ വർഷങ്ങളിലായി ഇന്ത്യ കണ്ട എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും രാജസ്ഥാനിലുണ്ടായി. ഒരു ചെറിയ വ്യത്യാസം മാത്രം. 2 ആഴ്ച പിന്നിട്ടിട്ടും BJP ക്യാമ്പിലെത്തിയില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിൽ സർക്കാരിന്റെ നിലനിൽപ്പ് അനിശ്ചിതത്വത്തിലായി. എല്ലാ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധികളെപ്പോലെ രാജസ്ഥാനിലും ഒടുവിൽ പ്രശ്നം കോടതിക്ക് മുന്നിലുമെത്തി. കോൺഗ്രസ് പാർട്ടി വിളിച്ച നിയമസഭാ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന സച്ചിൻ പൈലറ്റിനെയും മറ്റ് MLA-മാരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇവരെ അയോഗ്യരാക്കാൻ ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് നൽകിയ അപേക്ഷയിൽ അനുകൂല നിലപാടുമുണ്ടായി. ഇതിനെതിരെ സച്ചിൻ പൈലറ്റും മറ്റ് MLA-മാരും ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് പരിഗണിക്കുന്നത് ആദ്യം മാറ്റിവെച്ച കോടതി അതുവരെ അയോഗ്യരാക്കിയ നടപടി സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഇതോടെ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട സ്പീക്കർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധി പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നും സ്പീക്കറുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും കാട്ടിയായിരുന്നു ഹർജി. I am apprehending we may head for confrontation in between two authorities, which is not desirable for the parliamentary democracy of the country. As a speaker, I have raised this issue in number of the assembly speaker platform. Even I have held a conference in assembly and I am of the firm view. പക്ഷേ സ്പീക്കർ CP ജോഷിയുടെ വാദം തള്ളിയ സുപ്രീം കോടതി ഹൈക്കോടതി തീരുമാനമെടുക്കുമെന്ന് നിലപാടെടുത്ു. ഒടുവിൽ ഹൈക്കോടതി വിധിയും പറഞ്ഞു. സച്ചിൻ പൈലറ്റിനും മറ്റ് MLA-മാർക്കും ആശ്വാസമേകുന്നതായിരുന്നു വിധി. ഇതോടെ അശോക് ഗെഹ്ലോട്ടും സംഘവും പ്രതിരോധത്തിലായി. ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ താപ്പാനായ ഗെഹ്ലോട്ട് പുതിയൊരു നീക്കം നടത്തി. രാജ്ഭവന് മുന്നിൽ MLA-മാരെയും ഇരുത്തി ധർണ. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നായിരുന്നു ആവശ്യം. ഈ ആവശ്യത്തിൽ ഗവർണറുമായി ഗെഹ്ലോട്ട് ചർച്ചയും നടത്തി. നിയമസഭാ സമ്മേളനത്തിന്റെ ലക്ഷ്യവും ആവശ്യവും എന്താണ് എന്നതാണ് ഇപ്പോൾ പ്രസക്തമായ ചോദ്യം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച സമ്മേളനം നടത്താനാണ് സർക്കാർ തന്നെ സമ്മർദ്ദം ചെലുത്തുന്നത്. സമ്മേളനത്തിലൂടെ സർക്കാരിന്റെ ശക്തി തെളിയിക്കുക എന്നത് പ്രത്യക്ഷ ലക്ഷ്യം. പക്ഷേ 20ഓളം MLA-മാർ വിമതരായി മാറി നിൽക്കുമ്പോൾ സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാനാകുമോ? 20 പേരെ അയോഗ്യരാക്കിയിരുന്നുവെങ്കിൽ കണക്കുകൾ കോൺഗ്രസിന് അനുകൂലമായേനെ. സ്ഥിതി അങ്ങനെയല്ലാതിരിക്കുമ്പോൾ വിശ്വാസ വോട്ട് നേടാൻ സർക്കാർ ശ്രമിക്കുമോ? അല്ലെങ്കിൽ BJP-യിൽ ചേരാതിരിക്കുന്ന MLA-മാർ നിയമസഭയിൽ സർക്കാരിനെ പിന്തുണച്ചേക്കും എന്ന പ്രതീക്ഷയിലാണോ സഭ സമ്മേളിക്കാൻ നിശ്ചയിച്ചത്? സുപ്രീം കോടതിയിൽ ഹർജി നിലനിൽക്കെ കൂടുതൽ നടപടികളൊന്നും തന്നെ സ്പീക്കറിനോ സർക്കാരിനോ കൈക്കൊള്ളാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. തന്നെ സമ്മർദ്ദത്തിലാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഗവർണർ കൽരാജ് മിശ്ര രംഗത്തെത്തി. ഭൂരിപക്ഷമുണ്ടെന്നുറപ്പുണ്ടെങ്കിൽ എന്തിന് ഇപ്പോൾ സഭാസമ്മേളനം വിളിക്കണം എന്നതായിരുന്നു ആദ്യ ചോദ്യം. MLA-മാരെ പിടിച്ചുകെട്ടി വയ്ക്കരുത്, അവരെ സ്വതന്ത്രരായി വിടണമെന്ന അടുത്ത നിർദ്ദേശത്തിലൂടെ ഗവർണർ തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഒപ്പം MLA-മാരെ ഇരുത്തി ഗവർണറുടെ സുരക്ഷ തന്നെ പാളിക്കുന്ന രീതിയിൽ നീക്കം നടത്തിയതിനെതിരെയും കൽരാജ് മിശ്ര പ്രതികരിച്ചു. BJP-ക്കും കാത്തിരുന്ന് കിട്ടിയ ആയുധമായി MLA-മാരുടെ ധർണ. ഗവർണർ കൂടി കളത്തിലിറങ്ങുന്നതോടെ രാജസ്ഥാനിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാകും. അതേസമയം സുപ്രീം കോടതി വിധി വരും വരെ
ഒരു നീക്കവും നടത്താനില്ല എന്ന നിലപാടിലാണ് സച്ചിൻ പൈലറ്റ് ക്യാമ്പ്. എന്തായാലും രാജസ്ഥാനിൽ വരും ആഴ്ചയും സംഭവബഹുലമാകുമെന്ന് ഉറപ്പാണ്. രാജ്യത്ത് കോവിഡ് കേസുകളിൽ മുമ്പെങ്ങുമില്ലാത്ത വർധനയാണ് ഒരാഴ്ചക്കിടെ ഉണ്ടായത്. അമേരിക്കയിലും സ്പെയിനിലുമൊക്കെ കേട്ടതുപോലെ പ്രതിദിനം 40,000-ലേറെ കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 24 മണിക്കൂറിലെ മരണനിരക്ക് 1000 കടന്നു. രോഗവ്യാപനത്തിന്റെയും മരണത്തിന്റെയും കാര്യത്തിൽ ഏറ്റവും ആശങ്കയുണ്ടാകുന്ന സാഹചര്യമാണ് ഇന്ത്യയിലേത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 50,000-ഓളം കേസുകളാണ് പുതിയതായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. പ്രതിദിന കോവിഡ് മരണനിരക്കാവട്ടെ 1000-ലേറെയായി. ഇന്ത്യയിലെ ഈ പുതിയ കണക്കുകൾ ബ്രസീലിൻ്റേതിന് സമാനമാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 30,000 കടന്നു. കോവിഡ് കേസുകളാകട്ടെ 13 ലക്ഷത്തിലേറെയായി. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ മഹാരാഷ്ട്ര തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. 3.5 ലക്ഷത്തോളം കേസുകളാണ് മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്തത്. 12,000-ലേറെ മരണവും. രോഗികളുടെ എണ്ണത്തിൽ തമിഴ്നാടാണ് രണ്ടാമത്. 2 ലക്ഷത്തിനടുത്ത് രോഗികളാണ് തമിഴ്നാട്ടിലുള്ളത്. ഇടയ്ക്ക് രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് തമിഴ്നാട്ടിലുണ്ടായത്. ഡൽഹി 3-ാം സ്ഥാനത്തുണ്ടെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. രോഗികളുടെ എണ്ണത്തിൽ അനിയന്ത്രിതമായ വർധന ഇതുവരെ ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിൽ കോവിഡിനെ പിടിച്ചുകെട്ടിയ സംസ്ഥാനങ്ങളിൽ രോഗികളുടെ എണ്ണം ഉയരുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ആശങ്ക. ആന്ധ്രയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 6,000-ഓളം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കർണാടകയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ബംഗളൂരു നഗരത്തിലടക്കം ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇളവ് വരുത്തിയത് പുതിയ കണക്കുകളുടെ സാഹചര്യത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് ബ്രിട്ടനിൽ നിന്ന് വരുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ മരുന്നു പരീക്ഷണത്തിന്റെ 2ാം ഘട്ടവും വിജയിച്ചെന്ന റിപ്പോർട്ടുകളാണ് ആശ പകരുന്നത്. 3ാം ഘട്ടം പരീക്ഷണം ആഗസ്റ്റ് ആദ്യം തുടങ്ങുമെന്നാണ് സർവകലാശാല വെളിപ്പെടുത്തുന്നത്. ബ്രിട്ടൻ, അമേരിക്ക, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലായി 10,000-ഓളം പേരിലാണ് അവസാന ഘട്ടത്തിൽ മരുന്ന് പരീക്ഷിക്കുക. ഇന്ത്യൻ കമ്പനിയായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും വാക്സിൻ നിർമ്മാണത്തിൽ സഹകരിക്കുന്നുണ്ട്. വാക്സിൻ വിജയിച്ചാൽ ഇന്ത്യയിൽ ഇത് ലഭ്യമാക്കുക പൂനെ ആസ്ഥാനമായ ഈ സ്ഥാപനമായിരിക്കും. And we in India are going to start in August as well on Indians and hope that all that is concluded by October, November. ഇന്ത്യയിലെ കോവാക്സിന്റെ മരുന്ന് പരീക്ഷണം ഡൽഹി എയിംസ്, ചെന്നൈ, ഭുവനേശ്വർ എന്നിവിടങ്ങളിൽ ആരംഭിച്ചു എന്ന പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടുകളും ഇന്ത്യയിലുണ്ടായി. സിപ്ലയും മരുന്ന് വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. സ്വർണം പലർക്കും ഒരു വീക്ക്നെസ് ആണ്. സ്വർണ്ണക്കടത്ത് വിവാദവും കോവിഡുമെല്ലാം കേരളത്തിലെ സ്വർണ്ണ കച്ചവടത്തെ ബാധിക്കുമ്പോഴും മഹാരാഷ്ട്രയിലും ഒഡീഷയിലും എന്തിന് കോയമ്പത്തൂരും സ്ഥിതി വ്യത്യസ്തമാണ്. കോവിഡ് പ്രതിരോധത്തിന് വരെ ഇവർ സ്വർണത്തെ ഉപയോഗിച്ചു തുടങ്ങി. സ്വർണവും കോവിഡ് പ്രതിരോധവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാകും ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലെ ചോദ്യം. സ്വർണത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പോൾ എങ്ങനെയാണ് കോവിഡ് പ്രതിരോധ രംഗത്ത് സ്വർണത്തെ ഉപയോഗിക്കുക? മാസ്ക്. ഞെട്ടണ്ട, സ്വർണം ഉപയോഗിച്ച് മാസ്ക് നിർമ്മിച്ചു കഴിഞ്ഞു. ആദ്യം പൂനെയിലെ ഒരു വ്യാപാരിയാണ് സ്വർണം ഉപയോഗിച്ചുള്ള മാസ്ക് നിർമ്മിച്ചത്. ഇപ്പോൾ അതൊരു ട്രെൻഡായി മാറിക്കഴിഞ്ഞു. അങ്ങനെ പറയാൻ കാരണവുമുണ്ട്.
ഒഡീഷയിലെ കട്ടക്കിലുള്ള ബിസിനസ്സുകാരനായ അലോക് മൊഹന്തിയാണ് മാസ്ക് നിർമ്മിച്ചത്. പൂനെ സ്വദേശിയായ വ്യാപാരി വെറും സ്വർണം കൊണ്ടാണ് മാസ്ക് നിർമ്മിച്ചതെങ്കിൽ മൊഹന്തിയുടേത് N95 മാസ്കിന് മേൽ അലങ്കാരമായിട്ടാണ് സ്വർണം ഉപയോഗിച്ചത്. I'd like to present to you our latest piece, a necklace choker cum mask. ये 125 grams around 6.5 lakhs का 22 कैरेट गोल्ड में बना N95 मास्क के ऊपर स्टिच किया हुआ नेकलेस चोकर है. और इसकी इंस्पिरेशन हमें अराउंड 1 महीने पहले आई थी, जब एक कपल हमारे पास आया था. उन्होंने बताया कि उनकी शादी में उन्हें मास्क पहनना कंपलसरी है. So after 2 weeks of proper research and development and designing and using our contacts in Turkey, getting that dye here and ये बनाकर हमने उन्हें ये डिज़ाइन प्रपोज की और उन्हें बहुत पसंद आया. So we have made this necklace cum mask जो इस कोरोना वायरस के बाद वो एक नेकलेस की तरह पहन सकते हैं. हमने ईच एंड इंडिविजुअल डिज़ाइन का जो पीस है वो एक N95 मास्क के ऊपर स्टिच किया है. इसके साथ हम एक UV स्टेरिलाइजेशन बॉक्स भी प्रोवाइड करेंगे कि घर पर इसे पूरा डिसइंफेक्ट कर सकते हैं और एवरीडे यूज कर सकते हैं. പൂനെയിലെ ബിസിനസ്സുകാരന്റെ സ്വർണ്ണ മാസ്കിന്റെ വാർത്ത കണ്ട് ആഗ്രഹം തോന്നിയാണ് അലോക് സ്വർണ്ണ മാസ്ക് സ്വന്തമാക്കിയത്. ഏകദേശം 100 ഗ്രാം സ്വർണമാണ് മാസ്ക് നിർമ്മിക്കാൻ വേണ്ടി വന്നത്. 3.5 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് മാസ്ക് നിർമ്മിച്ചത്. പക്ഷേ ഈ മാസ്ക് നിർമ്മിച്ചത് ഒഡീഷയിലല്ല, മറിച്ച് മുംബൈയിലെ സാവേരി ബസാറിൽ സ്വർണ്ണക്കടയിൽ പ്രത്യേകം ഓർഡർ കൊടുത്ത് നിർമ്മിച്ചെടുത്തതാണ്. मेन हूँ मोर पिलादिन आज्ञा सुना शौक मु आज को 40 वर्ष है सुना पिंधापर मु बम्बे देखिली न्यूज चैनल नेशनल चैनल जड़े बम्बे गोटे लोक सुनार मास्क पिंधला, तेणु मोर ता प्रति बहुत आग्रह है. ആദ്യം സ്വർണ്ണ മാസ്ക് നിർമ്മിച്ച ശങ്കർ കുരാഡയ്ക്ക് ചെലവായത് 2.89 ലക്ഷം രൂപയാണ്. മാസ്ക് നിർമ്മിക്കുമ്പോൾ ഒരിക്കൽ പോലും ശങ്കർ വിചാരിച്ചിട്ടുണ്ടാകില്ല ഇതൊരു ട്രെൻഡ് ആകുമെന്ന്. പൂനെയിലെ ഒരു ജ്വല്ലറിയും സ്വർണ്ണ മാസ്ക് നിർമ്മിച്ചു കഴിഞ്ഞു. N95 മാസ്കിന് മേലെ അലങ്കാരമായാണ് സ്വർണം ഉപയോഗിച്ചത്. കോവിഡ് വ്യാപനത്തിൽ രണ്ടാമതുള്ള തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ഒരു സ്വർണ്ണപ്പണിക്കാരനും സ്വർണ്ണ മാസ്ക് നിർമ്മിച്ചു കഴിഞ്ഞു. പൂനെ, മുംബൈ, കട്ടക്, കോയമ്പത്തൂർ അങ്ങനെ ഓരോരോ നഗരങ്ങളിലായി സ്വർണ്ണ മാസ്കുകൾ എത്തി തുടങ്ങി. ഇനി മറ്റു നഗരങ്ങളിലേക്ക് എത്ര വേഗത്തിൽ ഈ സ്വർണ്ണ മാസ്കുകൾ എത്തുമെന്നത് മാത്രമാണ് ചോദ്യം. ലോക്ക്ഡൌൺ കാലം പലർക്കും നഷ്ടങ്ങളുടേതായിരുന്നു. തൊഴിൽ നഷ്ടം, വരുമാനത്തിലെ ഇടിവ്, അങ്ങനെ നീളുന്നു പട്ടിക. പക്ഷേ ലോക്ക്ഡൌണിനെ നേട്ടത്തിന്റെ കാലമാക്കിയവരും നമുക്കിടയിലുണ്ട്. ഒഡീഷയിൽ ബയോഫ്ലോ കൃഷിയിലൂടെ നേട്ടം കൊയ്തിരിക്കുകയാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. മാർച്ചിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കും മുൻപ് ജഗത് സിംഗ്പൂരിലെ വീട്ടിലെത്തിയതായിരുന്നു സ്വപ്നേഷ് മൊഹന്തി. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ബംഗളൂരുവിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കാനായില്ല. വീട്ടിലിരുന്ന് മടുത്ത സ്വപ്നേഷ് കൃഷിയിലേക്ക് തിരിഞ്ഞു. ബയോഫ്ലോക്ക് രീതി ഉപയോഗിച്ചുള്ള മത്സ്യകൃഷിയാണ് സ്വപ്നേഷ് പരീക്ഷിച്ചത്. സ്വന്തമായി അധികം ഭൂമിയില്ലാത്തവർക്ക് പരീക്ഷിക്കാവുന്നതാണ് ബയോഫ്ലോ കൃഷി. ചെറിയ രീതിയിൽ കിണറിന്റെ ഉറയുടെ അത്രയുള്ള ടാങ്ക് തയ്യാറാക്കുക. ഇതിൽ മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും സംസ്കരിച്ച് മത്സ്യങ്ങൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന യൂണിറ്റ് സ്ഥാപിക്കുക. സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾക്കുള്ള ഭക്ഷണം സംസ്കരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും. കൊഞ്ച, തിലോപ്പിയ പോലുള്ള മത്സ്യങ്ങൾ ബയോഫ്ലോക്കിൽ വളർത്താം. സ്വപ്നേഷിന്റെ കൃഷി വിജയകരമായിരുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ മികച്ച വരുമാനമുണ്ടാക്കാനും സാധിച്ചു. ମୁଁ ଆଜ ଏ ପ୍ରଫେସନ୍ ସଫ୍ଟୱେୟାର ଇଞ୍ଜିନିୟର। ମୁଁ ବାଙ୍ଗାଲୋରରେ ଗୋଟେ ସଫ୍ଟୱେୟାର ଫାର୍ମରେ ଲାଷ୍ଟ 4 ବର୍ଷ ହେଲାଣି କାମ କରୁଛି। ମୁଁ ଏଇ ଲକଡାଉନ୍ ଟାଇମ୍ରେ ଘରକୁ ଆସିଥିଲି, ତ ୱାର୍କ ଫ୍ରମ୍ ହୋମ୍ ସବୁ କମ୍ପାନୀ ଦେଇଦେଇଥିଲେ, ତ ମୁଁ ଘରକୁ ଆସିଯାଇଥିଲି।
तो आसला पर मो पाखे किसी टाइम बंचुला तो मुझे भाविली टाइम केमती यूटिलाइजेशन कराब मोर भी आगुरी टिके एग्रीकल्चरल इंटरेस्ट थिला तो सेथिपाई मुझे ट्राए कली कि कौनटा करहब जोटा कि आप अल्प टाइम दे पारे आ कि नुआ टेक्नोलोजी आप करें ദിവസവും വെറും 2 മണിക്കൂർ മാത്രമാണ് കൃഷിക്കായി ചെലവഴിക്കേണ്ടി വരിക. സ്വപ്നേഷിനെ സഹായിക്കാനും പിന്തുണ നൽകാനും അച്ഛനും ഒപ്പമുണ്ട്. കൃഷിയിൽ നിന്ന് ലാഭമുണ്ടായതോടെ സോഫ്റ്റ്വെയർ രംഗത്തെ ജോലിയും സ്വപ്നേഷ് വേണ്ടെന്ന് വച്ചിരിക്കുകയാണ്. നിന്നോ അല്ലെങ്കിൽ ചിത്രങ്ങൾ പകർത്താൻ കാട്ടുന്ന വ്യഗ്രതയിലൂടെയോ ഒക്കെയാണ്. കർണാടകയിലെ ബെൽഗാവി സ്വദേശി തന്റെ ഫോട്ടോഗ്രാഫിയോടുള്ള പ്രണയം വെളിപ്പെടുത്തിയത് ക്യാമറയുടെ രൂപത്തിലുള്ള വീട് നിർമ്മിച്ചാണ്. ബെൽഗാവിയിലെ ഫോട്ടോഗ്രാഫർ രവി ഹൊങ്കലിന്റെ വീടാണിത്. 3 നിലകളുള്ള ഈ വീട് നിർമ്മിച്ചത് ക്യാമറയുടെ ഷേപ്പിലാണ്. പേരിലും രൂപത്തിലും മാത്രമായി വീടിന്റെ പ്രത്യേകതകൾ ഒതുങ്ങുന്നില്ല. ആദ്യത്തെ നില എപ്സൺ ക്യാമറയുടേതിന് സമാനമായാണ് നിർമ്മിച്ചത്. രണ്ടാമത്തെ നില നിക്കോണിന്റെ ക്യാമറയുടെ രൂപത്തിലും 3ാമത്തെ നില കാനോൺ ക്യാമറയുടെ ഘടനയിലുമാണ് ഒരുക്കിയത്. ഇത്ര മാത്രമല്ല, ക്യാമറ ഫിലിമും നെഗറ്റീവും ലെൻസും ഫ്ലാഷുമെല്ലാം ഉൾക്കൊള്ളിച്ചാണ് വീട് പണിതത്. 2.5 വർഷത്തോളം എടുത്തു ഈ സ്വപ്നം പണിയാൻ. 70 ലക്ഷത്തിലേറെ രൂപയാണ് ഇതിനായി ചെലവായത്. ഇതുവരെ പറഞ്ഞത് വീടിന് പുറത്തെ കാഴ്ചകളാണ്. വീടിന് ഉൾവശവും ക്യാമറയുടെ ഭാഗങ്ങളുമായുള്ള സാദൃശ്യത്തിൽ തന്നെയാണ് ഒരുക്കിയത്. രവിയുടെ ക്യാമറ പ്രേമം വീട്ടിൽ തീർന്നെന്ന് കരുതേണ്ട. മക്കളെയും ക്യാമറ പ്രേമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചില്ല. ക്യാമറയിലെ പ്രമുഖ ബ്രാൻഡുകളായ കാനോൺ, നിക്കോൺ, എപ്സൺ എന്നീ ബ്രാൻഡ് നെയിമുകളാണ് 3 മക്കൾക്കും നൽകിയത്. ഫോട്ടോഗ്രാഫിയോടുള്ള രവി ഹൊങ്കലിന്റെ താല്പര്യം ഇത്തിരി അതിര് കടന്നെന്ന് ചിലർക്ക് തോന്നുമായിരിക്കും. രസകരവും നർമ്മം നിറഞ്ഞതുമാണെന്ന് അംഗീകരിക്കാതിരിക്കാനുമാകില്ല. ദേശീയോദ്യാനങ്ങൾ എന്ന് വിളിക്കുമെങ്കിലും ഇന്ത്യയിൽ മിക്കവയും വന്യജീവി സങ്കേതങ്ങളാണ്. അതിലൊന്നാണ് മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനം. ഇത്തവണ കാണേണ്ട ഇന്ത്യയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പന്നയിലെ വിശേഷങ്ങളാണ്. ഒരു കാലത്ത് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനവും ഏറ്റവും കൂടുതൽ വനമേഖലയുള്ളതും മധ്യപ്രദേശിലായിരുന്നു. ഇതിന്റെ തെളിവാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുടെ സാന്നിധ്യം. അതിലൊന്നാണ് പന്ന ദേശീയോദ്യാനം. ബാന്ധവഗഡ് ദേശീയോദ്യാനത്തിൽ നിന്ന് 204 കിലോമീറ്റർ അകലെയാണ് പന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. പന്ന, ഛതർപൂർ ജില്ലകളിലായാണ് ഈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 1981 ഈ ഉദ്യാനം ആരംഭിച്ചത്. കടുവകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നത് പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു നീക്കം.
സർക്കാരിന്റെ നീക്കം ഫലം കണ്ടു എന്ന് വേണം കരുതാൻ. ദേശീയോദ്യാനമാക്കുമ്പോൾ ഒരു ആൺകടുവയും ഒരു പെൺകടുവയും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ സംഖ്യയിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പന്നയിൽ കടുവകൾക്ക് പുറമെ പുള്ളിപ്പുലി, പുള്ളിമാൻ, ചിങ്കാരമാനുകൾ, കറുത്ത കരടി, മ്ലാവ്, നീലഗായ് എന്നറിയപ്പെടുന്ന നീലഗിരിമാനുകൾ തുടങ്ങിയ ജന്തുജാലങ്ങളുടെ വിഹാര കേന്ദ്രവുമായി മാറി. ിലേറെ പക്ഷിവർഗങ്ങളുടെ കേന്ദ്രം കൂടിയാണ് പന്ന. കെൻ നദിയുടെ സാന്നിധ്യമാണ് മൃഗങ്ങളുടെ സമൃദ്ധിക്ക് പിന്നിലെ പ്രധാന കാരണം. എന്നാൽ 2009 ഉദ്യാനത്തിലുണ്ടായിരുന്ന 40ഓളം കടുവകൾ ഇല്ലാതായതായി സ്ഥിരീകരിച്ചു. കുറച്ചുനാൾ മുൻപ് മാത്രം പന്നയിലെത്തിച്ച 2 പെൺകടുവകൾ മാത്രമാണ് ഇവിടെ ഉള്ളതെന്നാണ് 2001 റിപ്പോർട്ട്. 2012 ഫെബ്രുവരിയിൽ ഈ കടുവകളും ഇല്ലാതായി എന്ന് റിപ്പോർട്ട് വന്നു. ഇതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായതുമില്ല. ഇതോടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പന്നയിലേക്ക് ഒരു ആൺകടുവയെയും 2 പെൺകടുവകളെയും മാറ്റി. പിന്നീട് ഒരു പെൺകടുവയെ കൂടി പന്നയിലേക്ക് എത്തിച്ചു. ഇത് ചത്തതോടെ മറ്റൊരു പെൺകടുവയെ പന്ന ഉദ്യാനത്തിലെ കടുവകളുടെ ഭാഗമാക്കി. ഈ 4 കടുവകളിൽ നിന്നായി 10ഓളം കടുവക്കുഞ്ഞുങ്ങളുമുണ്ടായി. ഇന്നിവയെല്ലാം ഇവിടെ തുടരുന്നുണ്ട്. പന്ന മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലവുമാണ്. പാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നും ഐതിഹ്യമുണ്ട്. ഇതിനാലാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിന് പാണ്ഡവ് വെള്ളച്ചാട്ടം എന്ന പേര് വീണത്. വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് പാണ്ഡവർ താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഗുഹയും ഉണ്ട്. ഒക്ടോബർ, നവംബർ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്നീ മാസങ്ങളാണ് പന്ന സന്ദർശിക്കാൻ അനുയോജ്യം. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കാണും വരെ നമസ്കാരം.